പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന മണിമലയാറ്റിലെ തേവർ തേലപ്പുഴക്കടവിൽ പതിവുള്ള സന്ധ്യാസ്നാനത്തിന് അമ്മയോടൊത്ത് 5 വയസ്സുകാരനായ ഞാനും പോയ ഒരു സുദിനം. സന്ധ്യാസമയത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ രൂപപ്പെട്ട രക്തവർണ്ണാംബരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ എന്നോട് 1964 പറഞ്ഞ കാര്യങ്ങൾ ഈ കവിതയിലൂടെ എൻ്റെ സ്മൃതി മണ്ഡലത്തിൽ തെളിഞ്ഞു വന്നു. ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും യുദ്ധഭീതിയിൽ ക്ലേശിക്കുന്ന കാലഘട്ടം. അരിയും എണ്ണയും മറ്റും കിട്ടാനില്ലാത്തതിൻ്റെ മനോവ്യഥയും ആശങ്കയും മറ്റും അമ്മയുടെ വാക്കുകളിലൂടെ ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. എനിക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത് എൻ്റെ അമ്മയുടെ സാഹിത്യ അഭിരുചിയാണ്. യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുള്ള അമ്മയുടെ അന്നത്തെ വാക്കുകൾ ഈ നാടോടി നൃത്ത ഗാനത്തിലൂടെ എല്ലാവർക്കുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത വർണ്ണിക്കുന്ന ഈ വരികൾ ഹിരോഷിമ ദിനത്തിൽ നാടോടി നൃത്തമായി അവതരിപ്പിച്ച് വാട്സപ്പിലൂടെ അയച്ചു തന്നാൽ പ്രായഭേദമില്ലാതെ ഏവർക്കും സമ്മാനം ലഭിക്കുന്നതാണ്. PO ചാക്കോ, അറയ്ക്കൽ, നെടുങ്കുന്നം, കോട്ടയം 9426264749. മറ്റൊരു ഫോൺ നമ്പർ 9481830556. താങ്ക് യു. ധീരവൻ ചെന്നിണം തൂകുമ്പോൾ ചിന്തിക്കാം യുദ്ധക്കെടുതികളെ. യുദ്ധം കൊണ്ടൊട്ടേറെ വെട്ടിപ്പിടിച്ചതാം യുദ്ധക്കൊതിയന്മാരെന്തു നേടി. യുദ്ധായുധത്തിന്റെ വിൽപ്പനക്കാർക്കല്ലേ യുദ്ധം കൊണ്ടീ മണ്ണിൽ നേട്ടമുള്ളൂ. യുദ്ധായുധമത് വിൽക്കുന്നോരറിയുമോ യുദ്ധത്തിനിരകളം പൈതങ്ങളെ. അന്തിക്കതീരവൻ ചെന്നിണം തൂകുമ്പോൾ ചിന്തിക്കാം യുദ്ധക്കെടുതികളെ. യുദ്ധം കൊണ്ടൊട്ടേറെ വെട്ടിപ്പിടിച്ചതാം യുദ്ധക്കൊതിയന്മാരെന്തു നേടി. യുദ്ധായുധത്തിന്റെ വിൽപ്പനക്കാർക്കല്ലേ യുദ്ധം കൊണ്ടീ മണ്ണിൽ നേട്ടമുള്ളൂ. യുദ്ധായുധമത് വിൽക്കുന്നോരറിയുമോ യുദ്ധത്തിനിരകളം പൈതങ്ങളെ. സ്വപ്നച്ചിറകുകൾ കത്തിക്കരിഞ്ഞവർ മാപ്പു നൽകിയിടില്ലേ ക്രൂരതയ്ക്ക്. അമ്മിഞ്ഞ പാൽ തേടി കേണിയിടുന്നു, അമ്മിഞ്ഞ പാൽ തേടി പരതിയിടുന്നു. പെട്ടേറ്റു വീഴുന്ന സോദരരോദനം അട്ടഹാസത്താൽ മറയ്ക്കുന്ന ധീരനോ തൽക്ഷണം വീണു പിടയ്ക്കുന്നു മറ്റൊരു ഹീനന്റെ വെട്ടിനാലേ. പെട്ടേറ്റു വീഴുന്ന സോദരരോദനം അട്ടഹാസത്താൽ മറയ്ക്കുന്ന ധീരനോ തൽക്ഷണം വീണു പിടയ്ക്കുന്നു മറ്റൊരു ഹീനന്റെ വെട്ടിനാലേ. വേദന കൊണ്ടുള്ള നിലവിളിക്കൊപ്പമാ സോദര രക്തങ്ങൾ ഒന്നിച്ചൊഴുകുന്നു. ചേതന ഒന്നിച്ച്
ഒന്നിച്ചിണ പോൽ പറക്കുന്നു, ചേതന വിട്ട് കണ്ണുമറിയുന്നു. വേദന കൊണ്ടുള്ള നിലവിളിക്കൊപ്പമാ സോദര രക്തങ്ങൾ ഒന്നിച്ചൊഴുകുന്നു. ചേതന ഒന്നിച്ചിണ പോൽ പറക്കുന്നു, ചേതന വിട്ട് കണ്ണുമറിയുന്നു. മാരകായുധമേറ്റ് വലയുന്ന നരകമായി മാറ്റുന്ന മണ്ണിനെ ഓർക്കേണം. മാരക രോഗങ്ങളാലെ തളരുന്ന ഹിരോഷിമയെ നാം മറന്നിടുമോ? മലർക്കെ തുറന്നതാം തങ്കരം കാട്ടി അലക്സാണ്ടർ അന്ത്യമാം യാത്ര ചൊല്ലി. പാലിക്കു സത്യധർമാദികളെല്ലാരും യുദ്ധക്കെടുതിയിലെരിഞ്ഞിടാതെ. ജീവൻ കൊടുക്കാൻ കഴിയാത്തോർക്കെങ്ങനെ ജീവനെടുക്കാൻ കഴിയുന്നതെങ്ങനെ? ജീവിതകാലമതൽപമതാകയാൽ അല്ലലില്ലത്താണിയേവർക്കുമേകാം. ജീവിതകാലമതൽപമതാകയാൽ അല്ലലില്ലത്താണിയേവർക്കുമേകാം. 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 കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ 1,00,000 രൂപ ക്യാഷ് അവാർഡും ഫലകവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും നേടിയ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ PO ചാക്കോയുടെ 77 അധ്യായങ്ങളുള്ള ചിന്നന്റെ മക്കൾ എന്ന ഗണിതാധ്യാപന ബാലനോവലിലെ 32 ഗാനങ്ങളിൽ രണ്ടാമത്തെ ഗാനമാണിത്. സന്ദർഭം: ഞടുക്കൻ സിംഹരാജ കൊട്ടാരം വക സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ചിന്നൻ. ഞടുക്കൻ സിംഹരാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ ചിന്നൻ പ്രയോഗിച്ച ഗണിതശാസ്ത്ര തത്വത്തിന്റെ വിജയമാണ് ഈ കർത്തവ്യം ഏറ്റെടുക്കാൻ കാരണം. അങ്ങനെയിരിക്കെ ഞടുക്കൻ സിംഹരാജാവിന്റെ സുഹൃത്തും അയൽ രാജാവുമായ സുവർണസിംഹൻ കാലം ചെയ്തു. തന്റെ 3 മക്കൾക്ക് പൈതൃക സ്വത്തായി തനിക്ക് ലഭിച്ച 7 വെള്ളാനകളെ എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് വിൽപത്രം രാജാവ് എഴുതിയിരുന്നു. 7 ആനകളെ 3 പേർക്ക് ഒസ്യത്ത് പ്രകാരം പങ്കുവയ്ക്കാനാവാതെ യുവരാജാക്കന്മാർ തമ്മിൽ തർക്കത്തിലായി. കൊട്ടാരത്തിലെ പട്ടാളവും സേവകരും ജനങ്ങളും 3 യുവരാജാക്കന്മാരോടൊപ്പം 3 ചേരിയിലായി. പ്രശ്നം ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലായി. യുദ്ധം ഒഴിവാക്കി രാജ്യത്തെ രക്ഷിക്കണമെന്ന് രാജ്ഞി തന്റെ ഭർത്താവിന്റെ സുഹൃത്തായ ഞടുക്കൻ സിംഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഈ തക്കം ഉപകാരപ്പെടുത്തി അയൽരാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാമെന്ന് വില്ലനായ പുലിമന്ത്രിയും കൂട്ടരും അഭിപ്രായപ്പെടുന്നു. രാജസദസ്സിലെ ചർച്ചകൾക്ക് അവസാനം തന്റെ ജീവൻ രക്ഷിച്ച കൊട്ടാരം വക സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ചിന്നനെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. പ്രധാനമന്ത്രിയായ കടുവമന്ത്രിയിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച ചിന്നൻ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് രാജസദസ്സിനെ ഒരു നാടോടി നൃത്തത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഈ അവതരണം ഹിരോഷിമയിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയെ അനുസ്മരിച്ചുകൊണ്ട് ഏവർക്കുമായി സമർപ്പിക്കുന്നു. മൂല്യാധിഷ്ഠിത ഗണിതബോധന ഗവേഷണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മാത്സ് ഫോർ ചിൽഡ്രൻ ബൈ ചാക്കോ മാഷ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.